Hey guys, welcome to my YouTube channel. So, ഇന്ന് ഞാനിവിടെ ഒരു പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. So, I watch a lot of packing videos. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാക്കിംഗ് വീഡിയോസ് കാണാനൊക്കെ ആൻഡ് ഐ ലൈക്ക് പാക്കിംഗ്. ബട്ട് ഞാൻ ഇതുവരെ സ്വന്തമായിട്ടൊരു പാക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു നെക്സ്റ്റ് ടൈം ട്രിപ്പ് പോകുമ്പോൾ മേ ബി ഐ ഡു എ പാക്കിംഗ് വീഡിയോ ഓൺ മൈ ഓൺ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിൽ ഞാൻ എത്തിയത്. സോ ഇപ്പോൾ പോകുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഖിൽ ആൻഡ് ഐ ആർ ഗോയിങ് ടു ദുബായ്. നാളെയാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ 10 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ആൻഡ് ഇപ്പോൾ സമയം രാത്രി 11 മണിയായി. പാക്കിങ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 6 ഡേ 5 നൈറ്റ് ട്രിപ്പാണ്. ഓക്കെ, 6 ഡേ എന്ന് പറയാൻ പറ്റില്ല, 6th ഡേ ഞങ്ങൾ തിരിച്ചു വരും. സോ ബേസിക്കലി ഒരു 5 ഡേ 5 നൈറ്റ് ട്രിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി വലിയ പാക്കിംഗ് ഒന്നുമില്ല, ബിക്കോസ് ആകെ 5 ദിവസമുള്ളൂ. ബട്ട് സ്റ്റിൽ എല്ലാം ഒന്ന് എടുത്തു വെച്ചപ്പോഴത്തേനും ഐ തോട്ട് ഓക്കെ, വൈ നോട്ട് ഡു എ പാക്കിംഗ് വീഡിയോ. ഇതാണ് നമ്മുടെ മെയിൻ ട്രോളി എൻ്റെ മുമ്പിലിരിക്കുന്നത്. സോ ഇവിടെ വേറൊരു സൈഡ് ട്രോളിയും കൂടെ ഉണ്ട്. ഇൻ കേസ് ഈ ട്രോളി തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഈ ട്രോളി ഉപയോഗിക്കും. ഓൾസോ ഇപ്പോൾ ദുബായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ എക്സ്ട്രാ ഒരു ട്രോളിയോളം നല്ലതായിരിക്കും. തവണ പാക്ക് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തു പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ആദ്യം ആ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ പാക്കിംഗ് ബാഗ്സ് ഉണ്ട്. പലതിലും പല സ്റ്റഫ് ഇട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് നമ്മുടെ ട്രോളിയിൽ വെക്കാം. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ മിനിമൈസ് ദ സ്പേസ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണിത്. ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് എന്താണെന്ന്. ഇതിൽ മൾട്ടിപ്പിൾ ബാഗ്സ് ഉണ്ട് കേട്ടോ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ബാഗ്. കണ്ടില്ലേ, ഈ ബാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഇത്രയും ബാഗ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് എ ടൈനി ബാഗ്. ഇത് കൊള്ളാലോ, ഇത് നമുക്ക് ടോയ്ലറ്ററീസ് ഒക്കെ ഇടാൻ പറ്റുമായിരിക്കും. വിഷ് യു ഹാവ് എ കളർഫുൾ ലൈഫ്, ഐ ഹോപ്പ്. ആൻഡ് ഇതാണ് സെക്കൻഡ് ബാഗ്. എല്ലാത്തിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അവരൊരു ലോണ്ട്രി ബാഗായിട്ടാണ് തന്നിരിക്കുന്നത്. ഓർ മേ ബി വി ക്യാൻ പുട്ട് അവർ ഷൂസ് ഇൻ ഇറ്റ്. അങ്ങനെ ഒരു ബാഗാണ്. ആൻഡ് ദിസ് ഇസ് എ തേർഡ് വൺ. ഐ തിങ്ക് ദിസ് ഇസ് ദ ലോണ്ട്രി ബാഗ്. മറ്റേത് ഷൂസ് ആണെന്ന് തോന്നുന്നു. ദിസ് ഇസ് എ തേർഡ് വൺ. ആൻഡ് ദിസ് ഇസ് ദ ഫോർത്ത് വൺ. ഇറ്റ്സ് വെരി കൂൾ. ഇത് എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും നമുക്ക് ടോയ്ലറ്ററീസ് ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റും. ഞാൻ അതിന് വേണ്ടി വേറൊരു ബാഗ് ഓർഡർ ചെയ്തിരുന്നു, ബട്ട് മേ ബി ഐ റിട്ടേൺ ദാറ്റ്. സോ ദിസ് ഇസ് ദ ഫോർത്ത് വൺ. ആൻഡ് ഹിയർ ഇസ് ദ ഫിഫ്ത്ത് വൺ. ഇതൊക്കെ എല്ലാം എന്തിനൊക്കെ യൂസ് ചെയ്യുന്ന എനിക്കറിയില്ല. 6th വൺ. ആൻഡ് യാ, ദിസ് ലാസ്റ്റ് വൺ. സോ ബേസിക്കലി ഇതിൽ 7 സാധനങ്ങളുണ്ട് ഇതിൽ പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ മേ ബി ഒരെണ്ണത്തിൽ എൻ്റെ ഡ്രസ്സസ്, ഒരെണ്ണത്തിൽ നിഖിലിൻ്റെ, മേ ബി അങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ 7 ബാഗ്സിൻ്റെ കോംബോ. ഇത് ആമസോണിൽ നിന്ന് വളരെ ചീപ്പായിട്ട് കിട്ടിയതാണ്. ഇറ്റ് ജസ്റ്റ് കോസ്റ്റ് മീ അറൗണ്ട് 500 rupees. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ദിസ് ഇസ് എ ഫസ്റ്റ് തിങ്. ആൻഡ് ഇതാണ് ഞാൻ രണ്ടാമതായിട്ട് ഓർഡർ ചെയ്തത്. ഞാനിപ്പോഴാണ് പൊട്ടിച്ച് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, റോസ് ഓഫ് നോ മാൻസ് ലാൻഡ് എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, ദിസ് ഇസ് ബേസിക്കലി ഇതാണ് ഞാൻ വാങ്ങിയത്. ടോയ്ലറ്ററീസ് ഇട്ട് വയ്ക്കാൻ ഞാൻ വാങ്ങിയത് ഇതാണ്. നമ്മുടെ മേക്കപ്പോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ 2 അറയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ വേറെ പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം. മേ ബി ഐ റിട്ടേൺ ദിസ് ബിക്കോസ് ആ ഗ്രീൻ വൺസിൻ്റെ കൂടെ ഓൾറെഡി ഒരെണ്ണം കണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം. ആൻഡ് പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ബാഗാണ്. ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ബാക്ക് പാക്ക് പോലെ ഇടാൻ പറ്റിയൊരു ബാഗാണ്. ബട്ട് ഇറ്റ്സ് സ്മോൾ. ഇതും പുതിയതാണ്. അതായത് അവിടെ നടക്കുമ്പോൾ ഇപ്പോൾ വെള്ളം വയ്ക്കാം, അങ്ങനെ പല പല സാധനങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാൻ ഈസി ആയിട്ട് തോന്നിയ ഒരു ബാഗ് ഞാൻ വാങ്ങിയതാണ്. പിന്നെ എനിക്കുള്ളത് ഈ സൈഡ് ക്യാരിയാണ്. അപ്പോൾ അതെപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും ഇൻ കേസ് വി വോണ്ട് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബാഗ് ഞാൻ വാങ്ങി. സോ ദിസ് ഇസ് ദ തേർഡ് ഐറ്റം ദാറ്റ് ഐ ബോട്ട്. പിന്നെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല, ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുള്ളത് തന്നെയായിരുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് പാക്കിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കുറേ ഡ്രസ്സസാണ് ഇവിടെ ഇരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ദം, ബട്ട് ഒരു മല പോലെ ഞാൻ ഡ്രസ്സസ് വാങ്ങിയിട്ടുണ്ട് 5 ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട്. സോ ഇതാണ് ഫസ്റ്റ് ഐറ്റം പാക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇത് ഫുൾ നിഖിലിൻ്റെ ഷർട്ട്സാണ്. ഓൾസോ എൻ്റെയും ടീഷർട്ട്സ് ഉണ്ട് തോന്നുന്നു ഈ കൂട്ടത്തിൽ. പിന്നെ നമ്മുടെ ഷോർട്ട്സും കുറേ ക്രോപ്പ് ടോപ്സ് എല്ലാം ഞാൻ കാണിച്ചു തരാം പാക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് ടോയ്ലറ്ററീസ് പാക്ക് ചെയ്യാം. ഇത് എൻ്റെ അമ്മ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു വെറുതെ ഒരു പെട്ടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്പെക്സ് പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്ലാസ്സിന് വയ്ക്കാൻ വേണ്ടി ഒരു ബാഗുണ്ട്. അത് ഗ്ലാസിൻ്റെ തന്നെ ബാഗാണ്. ഇതിലാണ് ഞാൻ ഗ്ലാസ് വയ്ക്കുന്നത്. സോ ഐ ഹാവ് ടു ടേക്ക് ദിസ് വൺ. പിന്നെ മെയിൻലി ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ മേക്കപ്പ് സ്കിൻ കെയറിന് വേണ്ടി അധികം പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ ക്യാരി ചെയ്യാറില്ല. ആകെ ഞാനൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഒരു ഡോട്ടാലിറ്റിയുടെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു സൺസ്ക്രീൻ, ഡോക്ടർ ഷീറ്റ്സിൻ്റെ സൺസ്ക്രീനാണ്. എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണ്. ഇറ്റ് വോണ്ട് ലീവ് എനി വൈറ്റ് കാസ്റ്റ്. ഇത് സ്റ്റിക്കി അല്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണിത്. ആൻഡ്
വേറെ സൺസ്ക്രീനും കൂടെ ഉണ്ട് ഇൻ കേസ്. സോ പിന്നെ നമുക്കുള്ളത് ഇതൊരു മേക്കപ്പ് റിമൂവറാണ്. ആഫ്റ്റർ ലോങ് ഡേ നമ്മൾ ഫേസ് എപ്പോഴും ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ചെറിയൊരു ഗാർണിയറിൻ്റെ ഒരു മേക്കപ്പ് ക്ലെൻസർ. ആൻഡ് ഇതെൻ്റെ കോൺടാക്ട് ലെൻസിൻ്റെ സൊല്യൂഷനാണ്. ഞാനെപ്പോഴും ലെൻസാണ് വെക്കുന്നത്. സോ അതിന് വേണ്ടി ഈ സൊല്യൂഷൻ എനിക്ക് എല്ലായിടത്തും ക്യാരി ചെയ്യണം. പിന്നെ ഇതിലുള്ളത് ഹെയർ സീറം എല്ലാവരുടെയിലും ഉണ്ടാവും, ഒരു വാസ്ലിൻ ആൻഡ് കുറച്ച് വളരെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. ഒരു ഫൗണ്ടേഷൻ, പിന്നെ ഒരു കോമ്പാക്റ്റ്, പിന്നെ ഒരു ബ്ലഷ്, പിന്നെ ഐലൈനർ, ജസ്റ്റ് വെരി ബേസിക് ലിപ്സ്റ്റിക്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ സാധനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഈ ഒരു ചെറിയ ബാഗിൽ നമുക്ക് കൊള്ളിക്കാൻ നോക്കാം. ഓക്കെ, ദിസ് ഇസ് പ്രിറ്റി കൂൾ. എല്ലാം നമുക്ക് ഈ ഒരു കള്ളിയിലിടാം. ബേസിക്കലി ഇതിൻ്റെ നടുക്കുള്ള ഒരു പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പാർട്ടീഷൻ, ഇറ്റ്സ് ബേസിക്കലി വേറൊരു പൗച്ച്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ പോവും. സോ ബേസിക്കലി ഒരു കള്ളി ഉള്ള പോലെയാണ് ഈ ബാഗ്. ആൻഡ് then there is a moisturizer, Vaseline and okay, ഇവിടെ ഇങ്ങനെ ചെറിയ കുറച്ച് അറകളുള്ളതുകൊണ്ട് മേ ബി ഐ ക്യാൻ കീപ് my blush and my compact powder in that. ഓക്കെ, ബാക്കി സാധനങ്ങളും ഞാൻ ജസ്റ്റ് ഈ ബാഗിലേക്ക് വെറുതെ ഇടുവാണ്. ആൻഡ് ഓക്കെ, ദിസ് ഇസ് ഒരു ഹാൻഡ് ക്രീമാണ്. വെറുതെ കൈയൊക്കെ ഡ്രൈ ആയിട്ടാണെങ്കിൽ ലവ് സ്റ്റോറിയുടെ വഴിയൊരു ഹാൻഡ് ക്രീം. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ വെഡ്ഡിങ്ങിന്. Then there is lipstick, mascara, eyeliner. ഓക്കെ, എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലിട്ടു. Now it basically it's a mess, but നമ്മുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളും. ആൻഡ് ഐ തിങ്ക് that's it. പിന്നെ എനിക്ക് ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇതൊരു ചെറിയൊരു സൊല്യൂഷനാണ് വിച്ച് ഐ യൂസ് ഫോർ മൈ ഐസ് ഡ്രൈ ആകുമ്പോഴത്തേനും ആ ലെൻസ് കാർട്ടിൽ നിന്ന് തന്നെ ഈ ലെൻസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ആ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ആൻഡ് ഓക്കെ, ദെൻ ദിസ് ഇസ് എ ഹൈലൈറ്റർ. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഐ ഡോണ്ട് നോ ഇഫ് ഐ യൂസ് ഇറ്റ്. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ജസ്റ്റ് ഇൻ കേസ്. എൻ്റെ വികാരം എല്ലാ ഗേൾസിനും മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ക്ലോസ് ഇറ്റ്. സോ ഞാനിത് മൊത്തം ഇതിൽ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടോയ്ലറ്ററീസ് ഒരു മെയിൻ സാധനം ഞാൻ വിട്ടുപോയി ഇതിൽ വെക്കാൻ. ഇതിനിയും തുറക്കണമല്ലോ, ഞാൻ മറന്നുപോയി. ഇത് ഫേസ് വാഷാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഫേസ് വാഷ്. അതും നമുക്കിതിൽ കൊള്ളിക്കാം. ഇറ്റ്സ് എ പ്രിറ്റി ബിഗ് ബാഗ്. കണ്ടാൽ ചെറുതാന്ന് തോന്നുന്നു, ബട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ ഫിറ്റ് ആയിട്ടുണ്ട്. സോ ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഗ്രീൻ ബാഗിൽ കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ ഐ മൈറ്റ് റിട്ടേൺ ദിസ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഐറ്റം. ഇത് നമുക്ക് നൈസായിട്ട് ഈ മൂലയ്ക്ക് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സോ നിങ്ങൾ കണ്ട പോലെ ബാഗൊക്കെ ഞാൻ വളരെ നീറ്റായി പാക്ക് ചെയ്തു. ആക്ച്വലി എല്ലാം ഈ ബാഗിൽ ഒതുങ്ങി. ഞാൻ വിചാരിച്ചല്ലോ ഒതുങ്ങുമെന്ന്, ബട്ട് എവറിത്തിങ് കൈൻഡ് ഓഫ് ഫിറ്റ് ഇൻ ടു ദിസ് ബാഗ്. അപ്പോൾ നമ്മൾ ഈ റെഡ് ട്രോള് നമ്മൾ എടുക്കില്ലായിരിക്കും. സോ പിന്നെ ഞാനൊരു സാധനം കൂടെ ആഡ് ചെയ്തു. എൻ്റെ ഷൂസ് ഞാൻ വളരെ നീറ്റായിട്ട് ഈ പൗച്ചിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി നീറ്റ് ആൻഡ് സ്മോൾ. വെച്ചു എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മിസലേനിയസ് ഐറ്റംസ് ആണ്. അതായത് മെയിൻ ഡ്രസ്സുകളെല്ലാം കഴിഞ്ഞു. ഡ്രസ്സസ് ആൻഡ് ഷൂസ് ആൻഡ് ഈ ടോയ്ലറ്ററീസ് ആൻഡ് സ്റ്റഫ് അതെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് മിസലേനിയസ് റാൻഡം ഐറ്റംസ് ആണ്. ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കുട. ദുബായിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ചൂടായിരിക്കും. ഇത് ഉപയോഗിക്കാൻ അവിടെ കുട ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ്. കാരണം ചൂടാണെങ്കിൽ നമുക്ക് ഇത് വളരെ ഒരു ഉപകാരമാകുമായിരിക്കും. സോ ഫസ്റ്റ് ഐറ്റമാണ് നമ്മുടെ മിസലേനിയസ് ഐറ്റത്തിൽ കുട. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഈ ഒരു ഹാൻഡ് ക്യാരി ഞാൻ എടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഐ യൂസ് ഇറ്റ്. മേ ബി ഐ ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ്, അറിയില്ല. കാരണം ഞാൻ ഈ ഒരു ഹാൻഡ് ക്യാരി ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ ബാക്കിൽ ഇടാനാണ് എൻ്റെ ഉദ്ദേശം. സോ മേ ബി ഐ ജസ്റ്റ് അവോയ്ഡ് ദിസ് വൺ. ഓക്കെ, സോ മേ ബി ഐ ജസ്റ്റ് അവോയ്ഡ് ദിസ് വൺ. ഈ ഒരു ബാഗ് മാത്രം ഞാൻ പുറത്ത് ചുമന്നുകൊണ്ട് പോവാം. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ എടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദിസ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പോളറോയിഡ് ക്യാമറയാണ്. എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് ആൻഡ് സിസ്റ്റേഴ്സ് ഗിഫ്റ്റ് തന്നൊരു പോളറോയിഡ് ക്യാമറയാണിത്. അപ്പോൾ ഈ സംഭവം അവിടെ
ഏതെങ്കിലും സ്പെഷ്യൽ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും നല്ല മെമ്മറീസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോളറോയിഡ് ക്യാമറ ഞാൻ എടുക്കുന്നുണ്ട്. ആൻഡ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു സാധനമാണ് ഈ പവർ ബാങ്ക്. പവർ ബാങ്ക് ഇല്ലെങ്കിൽ കുറച്ച് സീനാണ്. കാരണം ഐഫോണിൻ്റെ ഒക്കെ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഒരു പവർ ബാങ്ക് ആൻഡ് ഐഫോൺ ടു USB കേബിൾ ഞാൻ എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹാൻഡ് ക്യാരിയിലേ പറ്റുള്ളൂ, ഇതിൽ പറ്റില്ല. ബിക്കോസ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ പവർ ബാങ്ക്സ് ഒന്നും പറ്റില്ല. ദ പെർഫ്യൂംസ്. ഇതാണ് നിഖിലിന് ആകെയുള്ള ഒരു ഐറ്റം ആൻഡ് ഇറ്റ്സ് എ പെർഫ്യൂം ആൻഡ് ദിസ് ഇസ് മൈ പെർഫ്യൂം. ഇത് ആ ചെറിയ ബാഗിൽ ഞാൻ ആഡ് ചെയ്യണം, നേരത്തെ മറന്നുപോയതാണ്. ആൻഡ് ദർ ഇസ് ദിസ് മോയ്സ്ചറൈസർ, ബോഡി മോയ്സ്ചറൈസറാണ് ഇത്. എന്താ മാഗ്നോളിയയുടെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര നൈസാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണിത്. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഒരു ക്യാപ്പ് നിഖിലിൻ്റെ സംഭവമാണ്. ഇത് ഞങ്ങൾ ബാലി പോയപ്പോൾ വാങ്ങിച്ച ക്യാപ്പാണ്. ആൻഡ് നിഖിൽ വിൽ ബി യൂസിങ് ദിസ് ഐ ഗെസ്. പിന്നെ ലാസ്റ്റായിട്ട് സെക്കൻഡ് ലാസ്റ്റാണ് മെഡിസിൻസ്. നമ്മുടെ യൂഷ്വൽ വിക്സ്, നമ്മുടെ ഡോളോ, സെട്രിസിൻ, പിന്നെ കുറച്ച് വയറിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ 2-3 മരുന്ന്. ഞാനിങ്ങനെ എപ്പോഴും ഞാനിത് ചെറിയൊരു പെട്ടിയിലാക്കി ഇങ്ങനെ കൊണ്ടുപോകും ട്രിപ്പൊക്കെ പോകുമ്പോൾ. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് ഐറ്റം. ഇതെന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ജ്വല്ലറി ഒക്കെയാണ്. അതായത് ഈ ഹെയർ ക്ലിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധാരണ പോലെ കുറച്ച് കമ്മൽ, കുറച്ച് മാല എക്സെട്ര. അപ്പോൾ ഈ സാധനം കൂടെ ഞാൻ ഇതിലിടാം. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. പിന്നെ ഈ ഒരു ബാഗ്, ഇതൊരു ലോണ്ട്രി ബാഗാണ് ഗെസ്. സോ ഇത് ഞാൻ ജസ്റ്റ് എടുത്തേക്കാം. മുഷിഞ്ഞ തുണികൾ ഇടണമെങ്കിൽ ഇൻ കേസ് ഐ ജസ്റ്റ് ടേക്ക് ഇറ്റ്. പിന്നെ ജാക്കറ്റ്സ് എടുക്കണം. ബട്ട് സിൻസ് വി ആർ വെയറിങ് ഇറ്റ്, അത് ഞാനിവിടെ കാണിക്കുന്നില്ല, നാളെ അത് ഇട്ടുകൊണ്ട് പോകണം. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. പെട്ടി അടയ്ക്കാം. ആൻഡ് ദ പാക്കിംഗ് ഈസ് ഡൺ. ഇനി ഇത് വെറുതെ അടച്ചാൽ മതി.